ഛത്തീസ്ഗഡിലെ ജയിലിൽ കഴിയുന്ന മലയാളി കന്യാസ്ത്രീകൾ നാളെ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും. NIA കോടതിയെ സമീപിക്കുന്നത് പ്രശ്നം സങ്കീർണമാക്കുമെന്നാണ് വിലയിരുത്തൽ. കേസിലെ റിമാൻഡ് ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് കന്യാസ്ത്രീകളുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാജ്കുമാർ തിവാരി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ആവശ്യമെങ്കിൽ കന്യാസ്ത്രീകൾക്കെതിരെ സുപ്രീം കോടതി വരെ പോകുമെന്ന് ബജ്രംഗ് ദൾ അഭിഭാഷകനും പ്രതികരിച്ചു. ദുർഗ് സെൻട്രൽ ജയിലിൽ കഴിയുന്ന മലയാളി കന്യാസ്ത്രീകളുടെ മോചനത്തിനായി നിയമ നടപടികൾ വേഗത്തിലാക്കുകയാണ് ക്രൈസ്തവ സഭകൾ. കേസ് മനുഷ്യക്കടത്തായതിനാൽ NIA കോടതിയിലേക്ക് പോകാനായിരുന്നു കഴിഞ്ഞ ദിവസം ദുർഗ് സെഷൻസ് കോടതിയുടെ നിർദ്ദേശം. NIA കോടതിയിലേക്ക് പോകുന്നത് കാര്യങ്ങൾ വഷളാക്കുമെന്ന് വിലയിരുത്തിയാണ് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാൻ സഭകൾ തീരുമാനിച്ചത്. NIA കോടതി പരിഗണിക്കേണ്ട കേസാണെങ്കിൽ കീഴ്ക്കോടതികൾക്ക് കന്യാസ്ത്രീകളെ എങ്ങനെ റിമാൻഡ് ചെയ്യാനാകും? കേസിലെ റിമാൻഡ് ഉത്തരവ് റദ്ദാക്കണമെന്ന് കന്യാസ്ത്രീകളുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാജ്കുമാർ തിവാരി ആവശ്യപ്പെട്ടു. हमने लोअर कोर्ट में जिस कोर्ट ने जेल में उनको रिमांड भेजा है उस कोर्ट में भी एक ऑब्जेक्शन रेज किया है कि ये अब अगर ये फाइंडिंग आता है कि ये ट्रैवल बाई NIA कोर्ट है तो हमारा रिमांड से हमको डिस्चार्ज किया जाए. കന്യാസ്ത്രീകൾ ഏതു കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയാലും എതിർക്കുമെന്നാണ് ബജ്രംഗ് ദളിന്റെ പ്രതികരണം. വേണ്ടി വന്നാൽ നീതി നടപ്പാക്കാൻ സുപ്രീം കോടതി വരെ പോകുമെന്നും ബജ്രംഗ് ദൾ അഭിഭാഷകൻ റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞു. वहाँ भी ऑब्जेक्शन करेंगे क्योंकि बेल का ऑब्जेक्शन हमारा इसलिए है हाई कोर्ट में सुप्रीम कोर्ट में जिस भी कोर्ट तक जाते हैं. BJP നേതാവ് അനൂപ് ആന്റണിയും കോൺഗ്രസ് MLA-മാരും കന്യാസ്ത്രീകളുടെ ബന്ധുക്കളും ഛത്തീസ്ഗഡിൽ തുടരുകയാണ്. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിക്കുമെന്നാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതീക്ഷ. ദുർഗിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോഡ്, ഇൻ റിപ്പോർട്ടർ ഛത്തീസ്ഗഡ്.